നമുക്കിന്ന് വിസ്കോസിറ്റിയെ കുറിച്ച് നോക്കാം. എന്താണ് വിസ്കോസിറ്റി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതുമാണ്. എന്താണ് വിസ്കോസിറ്റി? ഒരു ഡെഫിനിഷൻ നമ്മൾ ഏറ്റവും കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നത് റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്നാണ്. അതായത് ഒരു ഫ്ലൂയിഡ് ഒഴുകാൻ ഏർപ്പെടുത്തുന്ന റെസിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം, തേനും വെള്ളവും കൂടെ ഒഴുക്കി വിട്ടാൽ ഏത് ആദ്യം എത്തും? വെള്ളം ആദ്യം എത്തും. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി, അങ്ങനെ ഒഴുകുന്നതിന് ഏർപ്പെടുത്തുന്ന റെസിസ്റ്റൻസിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു ഡെഫിനിഷൻ കൂടെ നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ബൈ വിച്ച് എ ഫ്ലൂയിഡ് ഓഫർ റെസിസ്റ്റൻസ് ടു ഷിയർ ഓർ ആംഗുലർ ഡിഫോർമേഷൻ. ഷിയർ ഫോഴ്സിന് അല്ലെങ്കിൽ ആംഗുലർ ഡിഫോർമേഷന് ഒരു ഫ്ലൂയിഡ് ഏർപ്പെടുത്തുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് എന്താണെന്നൊക്കെ നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഹണിയും വാട്ടറും ഇവിടെ എടുത്ത് വെച്ചേക്കുവാണ്. ഹണി ഇവിടെ എടുത്ത് വെച്ചേക്കുവാണ്, ദെൻ അതേപോലെ വാട്ടർ ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇതിൽ രണ്ടിലും ഞാനൊരു സെയിം ഫോഴ്സ് എഫ് കൊടുക്കുവാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇതിലും കൊടുത്തു, ദെൻ ഇതിലും കൊടുത്തു എഫ് ഫോഴ്സ്. എഫ് ന്യൂട്ടൺ ഫോഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ 100 ന്യൂട്ടൺ ഫോഴ്സ്. ഓക്കെ, ഇവിടെ 100 ന്യൂട്ടൺ ഫോഴ്സ്, സെയിം ഫോഴ്സ് ആണ് കൊടുത്തത്. ഓക്കെ, സെയിം എമൗണ്ട് ഓഫ് ഹണി, സെയിം എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് തിരിച്ച് കിട്ടുന്നത്? ഹണി ആയിരിക്കോ വാട്ടർ ആയിരിക്കോ തിരിച്ച് ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നത്, അതായത് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഹണി ആയിരിക്കും അല്ലേ? അപ്പോൾ ഹണി എന്ത് ചെയ്യും? ലാർജർ റെസിസ്റ്റൻസ് കൊടുക്കും ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വാട്ടർ ആണെങ്കിലോ ലോവർ റെസിസ്റ്റൻസേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ലാർജർ വിസ്കോസിറ്റി ഏതാണ്? ഹണിക്കാണ്. ദെൻ ലോവർ വിസ്കോസിറ്റി ഏതിനാണ്? വാട്ടറിനാണ്. ഓക്കെ, അതുകൊണ്ട് അത് ലെസ് ഫ്ലോ, കുറച്ചേ ഫ്ലോ ചെയ്യത്തുള്ളൂ, മറ്റേതെന്താവും? ഈസിലി ഫ്ലോ ചെയ്യും. ഓക്കെ, ഇനി ഇത് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ബൈ വിച്ച് ദ ഫ്ലൂയിഡ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഷിയർ ഓർ ആംഗുലർ ഡിഫോർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഫോഴ്സ് എന്ത് ഫോഴ്സ് ആണ്? ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജൻഷ്യലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഹണി ഇങ്ങനെ ഇരിക്കുന്നു, ഹണിക്ക് എന്ത് കൊടുക്കുന്നു? ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, അതിനെ പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് കൊടുക്കുന്നു, സെയിം ഷിയർ ഫോഴ്സ് കൊടുക്കുന്നു, എവിടെ? വാട്ടറിലും കൊടുക്കുന്നു. ഓക്കെ, പക്ഷേ ഏതാണ് കൂടുതൽ വിസ്കോസിറ്റി ഏർപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ലാർജർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് എവിടാണ്? ഹണിയാണ്. ദെൻ ലോവർ റെസിസ്റ്റൻസ് എവിടാണ് കൊടുക്കുന്നത്? വാട്ടറിനാണ് ലോവർ റെസിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് ആദ്യം എത്തുന്നത്? വാട്ടർ ആയിരിക്കും ആദ്യം എത്തുന്നത്. ദെൻ ഏതായിരിക്കും പതുക്കെ എത്തുന്നത്? ഹണി ആയിരിക്കും പതുക്കെ എത്തുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ബൈ വിച്ച് ദ ഫ്ലൂയിഡ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഷിയർ ഫോഴ്സ്. അതായത് നമ്മൾ കൊടുത്ത 100 ന്യൂട്ടൺ ഷിയർ ഫോഴ്സിന് കൂടുതൽ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് മീൻസ് എന്താണ്? ചെറുത്തുനിൽപ്പ് കൊടുക്കുന്ന ആ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആംഗുലർ ഡിഫോർമേഷൻ എന്നും പറയും. ആംഗിളിനുണ്ടാവുന്ന ഡിഫോർമേഷൻ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു വസ്തു എന്ത് ചെയ്യുകയാണ്? നമ്മളൊരു ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താവുകയാണ്? ഇവിടെ ഇരിക്കുന്ന വസ്തു എന്താവുകയാണ്? ഇങ്ങനെ ആവുകയാണ്. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് എന്ത്? ആംഗുലർ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് പിന്നീട് ഒന്നുകൂടെ നോക്കാം. ദെൻ എന്തൊക്കെയാണ് വിസ്കോസിറ്റിയുടെ റീസൺസ്? ഒന്ന് ഫ്രിക്ഷൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. ദെൻ ഒരെണ്ണം കൊഹിഷൻ ആണ്. കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഹിഷനും അഡിഷനും രണ്ട് ഫോഴ്സസ് ഉണ്ട്. കൊഹിഷൻ ഫോഴ്സും അഡിഷൻ ഫോഴ്സും. എന്തൊക്കെയാണ് കൊഹിഷനും അഡിഷനും? നമ്മൾ ഫെവിക്കോളിലൊക്കെ എഴുതിയിട്ടുണ്ട്, അഡ്ഹസീവ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? എന്തുവാണ് ഈ അഡ്ഹസീവ് എന്ന് പറഞ്ഞാൽ? അഡ്ഹസീവ് എന്ന് പറഞ്ഞാൽ പശ അല്ലേ? ഫെവിക്കോളിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റുമൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ പശ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? അഡീഷൻ. അത് ഞാൻ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള, ഫോർ എക്സാമ്പിൾ പോസ്റ്ററും വാളും, ചുമരും പോസ്റ്ററും തമ്മിലുള്ള ഡിഫറെന്റ് മോളിക്യൂൾസ് അല്ലേ? അപ്പം അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് എന്ത് പറയാം? അഡിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അഡിസീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഡിഷൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കോഷൻ എന്തായിരിക്കും? കോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം മോളിക്യൂൾസ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഗ്ലാസ്സിൽ വാട്ടർ ഇരിക്കുവാണ്, ദെൻ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. സോ ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം? കൊഹിഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ഈ വാട്ടർ പാർട്ടിക്കിളും ഗ്ലാസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ,
അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അഡിഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, അതായത് വാട്ടറും ഗ്ലാസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ അഡിസീവ് ഫോഴ്സ് എന്ന് വിളിച്ചു. ദെൻ മോളിക്യൂൾസ് ബിറ്റ്വീൻ വാട്ടർ, അതായത് വാട്ടറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? കോസീവ് ഫോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതും എന്തിൻ്റെ റീസൺ ആണ്? വിസ്കോസിറ്റിയുടെ റീസൺ അല്ലേ? എന്നാലോചിച്ച് നോക്കിയേ, തേനിൻ്റെ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഒഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷേ കമ്പയർഡ് ടു വാട്ടർ എന്താണ്? തേനിൻ്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. ഓക്കെ, വാട്ടറിന് ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, അതായത് കൊഹിഷൻ എന്താണ്? കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത റീസൺ ആണ് മോളിക്കുലർ മൊമെന്റം എക്സ്ചേഞ്ച്. ഓക്കെ, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് അതൊരു പ്രൂഫൊക്കെ പഠിക്കാനുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ മോളിക്കുലർ മൊമെന്റം എക്സ്ചേഞ്ച് ആണ് അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇവിടെ ഒരു സർഫസ് ഉണ്ട്. സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫ്ലോർ ആയിട്ട് എടുക്കാം, തറ ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരു സർഫസ് ഉണ്ട്, ദെൻ മുകളിലൊരു ലിക്വിഡ് ലെയർ ഉണ്ട്. അതായത് ഇത്രയും ഈ സർഫസിലൂടെ എന്ത് ചെയ്യുവാണ്? ലിക്വിഡ് ഫ്ലോ ചെയ്യുവാണ്. ഓക്കെ, അതായത് നമ്മുടെ പൈപ്പിലൂടെ, ഫോർ എക്സാമ്പിൾ പൈപ്പിലൂടെ വെള്ളം പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ തറയിലൂടെ എന്ത് ചെയ്യുന്നു? വെള്ളം ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലോറിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സർഫസിലൂടെ വെള്ളം ഫ്ലോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഈ ഫ്ലോറിൽ അല്ലെങ്കിൽ ഈ സർഫസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന വെള്ളത്തിൻ്റെ ലെയർ ഉണ്ടാവുമല്ലോ, ആ ലെയറിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഫ്ലോർ സ്പേസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ലെയർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ വെലോസിറ്റി കൂടി കൂടി വരൂലേ ഓരോ ലെയർ കഴിയുന്തോറും? ഞാൻ ഈ വരച്ചിട്ടേക്കുന്ന ഓരോ ലെയറാണ്. ഇതൊരു ലെയർ, ദെൻ ഇത് നെക്സ്റ്റ് ലെയർ, ദെൻ അടുത്ത ലെയർ, അങ്ങനെ വരച്ചിട്ടേക്കുവാണ്. ദെൻ ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം കൂടി കൂടി വരുവാണ്. എന്താണ് അങ്ങനെ കൂടാൻ കാരണം? ഞാൻ അതിനെ വെലോസിറ്റി വെക്ടർ ആയിട്ടാണ് വരച്ചിട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ, അതായത് ഇതിപ്പം 1 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആണെന്ന് വെച്ചോ, ദെൻ ഇത് 2 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി, ഇത് 3 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 4 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 5, അങ്ങനെ പോയി എത്ര ആവും? ഏറ്റവും മുകളിൽ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ 100 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഫ്ലൂയിഡ് സ്ട്രിപ്പാണ്, അതായത് ഫ്ലൂയിഡിൻ്റെ സ്ട്രിപ്പ് തന്നെയാണ് ഞാൻ ഈ മുകളിൽ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഞാനിപ്പോൾ പറഞ്ഞു 100 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. ഓക്കെ, അതിനെ നമുക്കിനി നൊട്ടേറ്റ് ചെയ്യാം, വി വെലോസിറ്റി ആണെന്ന് നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. സർഫസ് ആയിട്ടൊരു പ്ലേറ്റ്, ദെൻ അതിൻ്റെ വെലോസിറ്റി v ഈക്വൽ ടു 0, മുകളിൽ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ അതിന് മുകളിൽ 2, അങ്ങനെ പോയി 100 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി. ദെൻ നമ്മുടെ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ വെലോസിറ്റി v ആയിട്ട് എടുത്തു ഞാൻ. ഓക്കെ, ഇനി ഈ ഒരു ലെയറിലെ ഈ ലെയറിനെയാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. v വെലോസിറ്റിയിൽ ആ ഒരു ലെയർ വരച്ചു. ദെൻ തൊട്ട് താഴെയുള്ള ലെയർ ഇത്, അതുതന്നെ ഞാൻ ഇത് ഇവിടെ വരച്ചു. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഇത് 100 മീറ്റർ പെർ സെക്കൻഡും ഇത് 99 മീറ്റർ പെർ സെക്കൻഡുമാണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, ദെൻ അത് തമ്മിലുള്ള സെപ്പറേഷനെ ഞാൻ dy ആയിട്ട് എടുത്തു. dy എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് 100, ഇത് 99, ഇത് v ആണെങ്കിൽ ഇത് v മൈനസ് dv എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് ഇൻ വെലോസിറ്റി. നമ്മുടെ എക്സാമ്പിൾ പ്രകാരം 100 മൈനസ് 1, അപ്പോൾ dv എത്രയാണ്? 1, ഇത് എത്രയാണ്? 100. ഓക്കെ, ഇനി നമുക്ക് ആ ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കാമല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v മൈനസ് dv വരും. ദെൻ അപ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ ഒരു മൈനസ് വരും, ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ പ്ലസ് dv ആവും. അപ്പോൾ താഴോട്ട് വരുംതോറും എന്ത് ചെയ്യുവാണ്? dv വെച്ചിട്ട് കുറഞ്ഞു വരുവാണ്. അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് എങ്ങനെയാണ് കുറഞ്ഞു വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എന്താവുകയാണ്? 0 ആവുകയാണ് വെലോസിറ്റി. ഓക്കെ, ഇനി ഈ 2 ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്തായിട്ട് എടുത്തേക്കുന്നത്? y ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ 2 അഡ്ജസന്റ് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ എങ്ങനെയായിട്ട് എടുത്തിട്ടുണ്ട്? dy ആയിട്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിലേഷൻസ് ഒന്നുകൂടെ നോക്കാം. ഒരു സർഫസ് ലെയർ, അതായത് ഒരു ഫ്ലോർ ലെവല്, ദെൻ അതിലൂടെ ഒരു ഫ്ലൂയിഡ് പോകുന്നു. ആ ഫ്ലൂയിഡിന് ഓരോ ലെയർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ലെയറിന്റെയും വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ട് കൂടുന്നു.
ദെൻ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിന് വി വെലോസിറ്റി, അത് ഞാൻ എന്താ ഇവിടെ വരച്ചു, വി വെലോസിറ്റി ഇവിടെ വരച്ചു. ദെൻ അതിന് തൊട്ട് താഴെയുള്ള വെലോസിറ്റി 99ആണ്, ഇത് 100 ആണെങ്കിൽ 99. ദെൻ അതെന്ന് പറഞ്ഞാൽ വി മൈനസ് ഡി വി ആയിട്ട് എടുക്കാം. ഡി വി എത്ര ആവും? 1 മീറ്റർ പെർ സെക്കൻഡും വി എത്ര ആവും? 99 മീറ്റർ പെർ സെക്കൻഡും ആവും. ദെൻ നമ്മുടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മുകളിലത്തെ വെലോസിറ്റി മൈനസ് താഴത്തെ വെലോസിറ്റി. അപ്പോൾ വി മൈനസ് ഡി വി ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പ്ലസ് ഡി വി എന്ന് കിട്ടും. നമുക്ക് ഇവിടെ ഒരു പ്ലസ് ഡി വി എന്ന് കിട്ടും. മൈനസും എന്താവും? കട്ടായി പോവും. പ്ലസ് ഡി വി എന്ന് കിട്ടും. ദെൻ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം എന്താണ്? താഴോട്ട് വരുംതോറും വെലോസിറ്റി എങ്ങനെയാണ്? കുറഞ്ഞു വരുവാണ്. ഡി വി വെച്ചിട്ട് കുറഞ്ഞു വരുവാണ്. അതായത് ഇവിടെ 100, ഇവിടെ 99 അങ്ങനെ കുറഞ്ഞു വരുവാണ്. ദെൻ മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി 0 എന്ന് എത്രയായി? 100 വരെ ആയി. ഓക്കെ. ദെൻ ഈ രണ്ട് ലെയർ തമ്മിലുള്ള സെപ്പറേഷൻ ഞാൻ y ആയിട്ട് എടുത്തു. y ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. ദെൻ dy എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലെയർ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. അത് ഞാൻ dy എന്നാണ് വിളിച്ചേക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ദെൻ എഫ് ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്നത്. അതായത് 0 എന്ന് എഫ് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഫ്ലൂയിഡ് പോകുന്നതെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോഴ് നമുക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ദെൻ അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എങ്ങനെയാണ്? ഈ ഡിസ്റ്റൻസ് താഴോട്ട് വരുംതോറും വെലോസിറ്റി കുറയുന്നു. ദെൻ മുകളിലോട്ട് വരുംതോറും വെലോസിറ്റി എങ്ങനെയാണ്? കൂടി വരുന്നു. ഓക്കെ, ദെൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആംഗുലർ ഡിഫോർമേഷൻ. അതായത് ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പം ആ പാർട്ടിക്കിൾ ഇവിടെ ആവും. സോ ഇത്രയാണ് അവിടുത്തെ ഡിഫോർമേഷൻ. ദെൻ സിമിലർ ആണ് ഇവിടെയും ഡിഫോർമേഷൻ ആണിത്. ദെൻ ഡി ആൽഫയാണ് ഇവിടുത്തെ ഡിഫോർമേഷൻ. ദെൻ ടി ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ ഇതിനെ നമ്മൾ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. സോ അത് ഇപ്പൊ തൽക്കാലം വേണ്ട, നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി ഡി വി ബൈ ഡി വൈ. ഡി വി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞത്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ദെൻ ഡി വൈ എന്ന് പറഞ്ഞാലോ ആ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ടി വൈ കൊണ്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്തിന് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ആവുന്നു? ഡിസ്റ്റൻസിന് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ആവുന്നു. ഇത് നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുത്ത ഫോഴ്സ്, അതായത് ഷിയർ ഫോഴ്സ്, എവിടെ കൊടുത്ത ഫോഴ്സ്? ഇവിടെ കൊടുത്ത ഫോഴ്സ്, ഷിയർ ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഏരിയ ഓഫ് ദ ലെയർ. അതായത് ഇപ്പൊ ഇതൊരു പ്ലേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ ഇതൊരു ഫ്ലൂയിഡ് സ്ട്രിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, ഇവിടെ ഒരു സർഫസ് പ്ലേറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു 3D ഫിഗർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്തൂടെ? ഇങ്ങനെയുള്ള ഒരു 3D ഫിഗർ. സോ ഈ ഏരിയയാണ് ഞാൻ എന്ത് വിളിച്ചത്? എ എന്ന് വിളിച്ചത്. ഓക്കെ, ഈ ഒരു ഫ്ലൂയിഡ് സ്ട്രിപ്പിന്റെ ഏരിയ. അപ്പോൾ ഫോഴ്സ്, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഏരിയ ഓഫ് ലെയർ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദെൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്താണ്? ഡി വി. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി. ദെൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്യുമ്പം എങ്ങനെ എഴുതാൻ പറ്റും? എഫ് പ്രപ്പോർഷണൽ ടു എ വന്നില്ലേ? ദെൻ പ്രപ്പോർഷണൽ ടു ഡി വി വന്നില്ലേ? ദെൻ പ്രപ്പോർഷണൽ ടു ഡി വൈ. ഓക്കെ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് പ്രപ്പോർഷണൽ ടു എ ഇൻറ്റു ഡി വി ബൈ ഡി വൈ. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്? വെലോസിറ്റീനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുമല്ലേ? ഡി വി ആണ് നമ്മുടെ വെലോസിറ്റി, അതിനെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. എന്ത് ഗ്രേഡിയന്റ് എന്ന് വിളിക്കും? വെലോസിറ്റീനെ ഡിവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈ എ ഉണ്ടല്ലോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ ഏരിയനെ ഞാൻ ഇപ്പുറത്തെടുത്തു. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എഫ് ബൈ എ എന്ന് വിളിക്കാം. ഇനി ഫോഴ്സ് ബൈ ഏരിയനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സ്ട്രെസ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മൾ എന്ത്
ഫോഴ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്? ഷിയർ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. സോ ഇവിടുത്തെ സ്ട്രെസ്സിന് നമ്മൾ എന്ത് പറയും? ഷിയർ സ്ട്രെസ് എന്ന് പറയും. ഒന്നുകൂടെ പറയാം, ഈ F/A-ന് എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഈ എന് ഇവിടെ നിന്നെടുത്ത് ഇപ്പുറത്ത് എഴുതി. ഓക്കെ, അപ്പൊ F/A ആയി. ഇനി ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ടാണ് ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നത്. സോ ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് ആയിരിക്കും. സോ F/A-നെ നമ്മൾ എന്ത് പറയും? ഷിയർ സ്ട്രെസ് എന്ന് പറയും. അതിന്റെ നൊട്ടേഷൻ ആണ് എന്ത്? ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോ ആണ് ഷിയർ സ്ട്രെസ്സിന്റെ നൊട്ടേഷൻ. ദെൻ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ യൂണിറ്റ് പറഞ്ഞേ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോ ഫോഴ്സ് ബൈ ഏരിയ എന്തായി? ടോ ആയി, അതായത് ഷിയർ സ്ട്രെസ് ആയി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെലോസിറ്റി ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ്. അപ്പോൾ വെലോസിറ്റി ഡിവൈഡ് ബൈ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയും. ഫൈനലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ടോ പ്രപ്പോർഷണൽ ടു dv/dy എന്ന് പറയും. അതായത് ഷിയർ സ്ട്രെസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് കുഞ്ഞു ക്ലാസ്സിൽ പറയുന്നതാണ്, ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് മ്യൂവിനെ കൊണ്ട് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു dv/dy എന്ന് പറയും. ഓക്കെ, ഇനി മ്യൂവിന് എന്തുവാണെന്ന് പറയണ്ടേ? മ്യൂ ആണ് എന്ത്? ഡൈനമിക് വിസ്കോസിറ്റി എന്ന് പറയുന്ന ടേം. ഇതാണ് നമ്മൾ പറയുന്ന വിസ്കോസിറ്റി എന്ന് പറയുന്ന ടേം. ഓക്കെ, ഇനി ഇത് ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എങ്ങനെ പറയാം? ഷിയർ സ്ട്രെസ് ടോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ, അല്ലെങ്കിൽ എങ്ങനെ പറയാം? വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറയാം. ഈ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എങ്ങനെയാണ് വരുന്നത്? d∝/dt. ഇവിടെ പറഞ്ഞതാണ്, ഈ ഒരു കേസിൽ പറഞ്ഞതാണ് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ d∝/dt. അത് എന്തിന് തന്നെ തുല്യമാണ്? dv/dy തന്നെ തുല്യമാണ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചേക്കുക. അപ്പോ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷൻ, അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയന്റ്. വെലോസിറ്റി ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ dv ഡിവൈഡഡ് ബൈ എന്താണ്? dy. ഓക്കെ, ഇതിനെയാണ്, ഈ ലോയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയും? ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഈ ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിന് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. ഒബേ ചെയ്യാത്തതിനപ്പം എന്ത് പറയുമായിരിക്കും? നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ്, ഈ ലോ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡിന് ന്യൂട്ടോണിയൻ എന്ന് പറയും. ഒബേ ചെയ്യാത്തതിന് എന്ത് പറയും? നോൺ ന്യൂട്ടോണിയൻ എന്ന് പറയും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മ്യൂയുടെ കേസ് പറഞ്ഞില്ലേ, ഡൈനമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞില്ലേ. ഇനി ആ മ്യൂവിന്റെ SI യൂണിറ്റും CGS യൂണിറ്റുമാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു dv/dy എന്ന് കിട്ടിയില്ലേ. ഇതിൽ നിന്ന് മ്യൂ എന്ത് വരും? മ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ മൊത്തത്തില് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ എങ്ങനെ വരത്തില്ലേ? മ്യൂ ഈക്വൽ ടു ടോ ഇവിടെ കിടപ്പുണ്ട്, ഡിവൈഡഡ് ബൈ എന്ത് വരും? dv/dy വരും. ഓക്കെ, അപ്പോ മ്യൂ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഇൻറ്റു ഈ dy എവിടെ വരും? ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇൻറ്റു dy ഡിവൈഡ് ബൈ dv എന്തുണ്ട്? അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി ഞാൻ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടോയുടെ യൂണിറ്റ് എന്താണ്? സ്ട്രെസ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ എന്ത് പറയുന്നത്? ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ. ദെൻ ഏരിയയുടെ യൂണിറ്റ് എന്തുവാണ്? മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി dy എന്ന് പറഞ്ഞാൽ എന്തുവാണ്? dy എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് അല്ലേ? ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഈ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനെയാണ് എന്ത് പറയുന്നത്? dy എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദൂരമല്ലേ? ദൂരത്തിന്റെ യൂണിറ്റ് എന്തുവാണ്? മീറ്റർ ആണ്. സോ മീറ്റർ കൊടുത്തു. ദെൻ dv എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വെലോസിറ്റി അല്ലേ? വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഈ സെക്കൻഡ് എവിടെ വരും? മുകളിൽ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. ദെൻ ന്യൂട്ടൺ മീറ്റർ, ഈ സെക്കൻഡ് മുകളിൽ വരുമ്പോൾ സെക്കൻഡ് വരും, ഡിവൈഡ് ബൈ മീറ്റർ ക്യൂബ് വരും. മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ക്യൂബ് വരും. ഓക്കെ, ഇവിടെ നിന്ന് ഒരു മീറ്ററും ഈ മീറ്റർ ക്യൂബില് ഒരു മീറ്ററും കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ ബാക്കി ഇവിടെ എന്ത് വരും? മീറ്റർ സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ എന്ത് വരും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് പാസ്കലാണ്. അതായത് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ ആണെന്ന് പഠിക്കും. അതായത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്.
സോ നമുക്ക് ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇവിടെ ഉള്ള ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ എങ്ങനെ പറയാം? പാസ്കൽ എന്ന് പറയാം. ദെൻ ഇവിടെ എന്തുണ്ട്? ഒരു സെക്കൻഡ് ഉണ്ട്. അപ്പോൾ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. പി എ ആണ് പാസ്കലിന്റെ നൊട്ടേഷൻ. ദെൻ പി എ എസ് സ്മോൾ ലെറ്റർ എസ് എന്ന് പറയാം. പാസ്കൽ സെക്കൻഡ് ആണ് എന്തിന്റെ യൂണിറ്റ്? ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ്. 2 യൂണിറ്റ് ഉണ്ട്. എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും പാസ്കൽ സെക്കൻഡും. ഓക്കെ, ഇനി ഇത് എസ് ഐ യൂണിറ്റ് ആണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയത് എസ് ഐ യൂണിറ്റ് ആണ്, സിസ്റ്റം ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്. ദെൻ സി ജി എസ് യൂണിറ്റ് ഉണ്ട്. സി ജി എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയിസ് ആണ്. ഓക്കെ, അതിന്റെ കൺവേർഷൻ കൂടെ അറിഞ്ഞിരിക്കുക. ഒരു പോയിസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10 അല്ലെങ്കിൽ 0.101 0.01 അല്ല 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റാമല്ലോ. ഇതിനെ ഒന്നാക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 10 വരും. ഓക്കെ, അപ്പൊ 10 പോയിസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഒരു ടേം കൂടെ ഉണ്ട്, കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി ഞാൻ നൊട്ടേറ്റ് ചെയ്യുന്നത് കെ വി വെച്ചിട്ടാണ്. ന്യൂ ഒക്കെ വെച്ചിട്ട് പറയാറുണ്ട്. ദെൻ കെ വി കേന്ദ്രീയ വിദ്യാലയം, അങ്ങനെ ഓർത്തിരിക്കുക കെ വി. അപ്പോൾ കെ വി കൈനമാറ്റിക് വിസ്കോസിറ്റി അതൊന്നുമില്ല. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ എന്താണ്? ഡൈനാമിക് വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെയും ഡെൻസിറ്റിയുടെയും കൂടെ റേഷ്യോ ആണെന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി അഥവാ കെ വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കെ വി എന്ന് പറഞ്ഞാൽ മ്യൂ ഡിവൈഡ് ബൈ റോ ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഡൈനാമിക് വിസ്കോസിറ്റി. ദെൻ റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച എന്താണ്? ഡെൻസിറ്റി ആണ്. എന്താണ്? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ ഒക്കെ പറഞ്ഞല്ലേ? ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? പറഞ്ഞേ, ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം അല്ലേ? അപ്പം ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും. ഓക്കെ, ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റും കൂടെ പഠിക്കണം. ഒന്നുമില്ല, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ദെൻ സി ജി എസ് യൂണിറ്റ്, ഇവിടെ മീറ്റർ സ്ക്വയറിന് വരാം. സി ജി എസ് യൂണിറ്റിൽ എന്ത് വരും? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും. ഓക്കെ, നേരത്തെ നമ്മൾ പോയിസ് എന്ന് പറഞ്ഞില്ലേ? ഒരു പോയിസ് എന്ന് പറഞ്ഞില്ലേ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിന്റെ കൺവേർഷനിലെ. സോ ഇതിന് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നമ്മൾ എന്ത് പറയും? സ്റ്റോക്ക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സർഫസ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റെയിൻ ഡ്രോപ്പിന്റെ ആ ഷേപ്പ്, ദെൻ ചേമ്പിലയിൽ വെള്ളം വീഴുമ്പോൾ ഉള്ള ആ സ്പെറിക്കൽ ഷേപ്പ് കിട്ടുന്ന ആ ഒരു ഫിനോമിന, ദെൻ മെർക്കുറി ഡ്രോപ്ലെറ്റ്സ് തറയിൽ വീഴുമ്പോൾ ഉരുണ്ടുകൂടുന്ന ആ ഒരു ഫിനോമിന, ദെൻ ഒരു നീഡില് നമ്മൾ പതുക്കെ വെള്ളത്തിൽ ഹൊറിസോണ്ടലി ആയിട്ട് വെച്ചാൽ എന്ത് ചെയ്യും? അത് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ഫിനോമിന എല്ലാം എന്തിന്റെ എഫക്റ്റ് ആണ്? സർഫസ് ടെൻഷന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, ഇനി ഈ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഫിനോമിനയാണ്. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ലൈൻ ഫിനോമിന എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ മാത്രം നടക്കുന്ന ഒരു ഫിനോമിനയാണ്. സോ അതിന്റെ യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ വരും. ഓക്കെ, ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കാം. ഇതൊരു ബീക്കറാണ്. ഈ ബീക്കറിൽ ഇഷ്ടംപോലെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ നടുക്കുള്ള ഒരു വാട്ടർ മോളിക്യൂൾസ് നോക്കിയേ. ഇതിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ദെൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ മോളിക്യൂൾ എന്താണ്? ഇക്വിലിബ്രിയത്തിലല്ലേ? എല്ലാ ഫോഴ്സുകളും പരസ്പരം എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോയി. ഇനി ഇവിടെ നോക്കാം. ഇതിന് മുകളിലോട്ട് ഒരെണ്ണമുണ്ട്, നേരെ ഓപ്പോസിറ്റ് ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് ഒരെണ്ണമുണ്ട്, ദെൻ നേരെ ഓപ്പോസിറ്റ് അതിന് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇതിന് നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എന്തില്ല? 0 ഇല്ല. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഫോഴ്സ് ഇതിനകത്ത് എന്താണ്? 0 ആണ്. അതായത് അങ്ങോട്ടും ഇല്ല, ഇങ്ങോട്ടും ഇല്ല. ഇത് എന്തിലാണെന്ന് പറയാം? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ ഒരു പാർട്ടിക്കിൾ നോക്കിയേ, ഇവിടെ ഒരു മോളിക്യൂൾസ് നോക്കിയേ. ഇതിന് താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ദെൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ദെൻ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ദെൻ ഇതും എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ബാക്കി എല്ലാ ഫോഴ്സും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ഇവിടെ ഉള്ള ഒരു മോളിക്യൂളിന് അതിന്റെ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങോട്ടാണ്? താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഒരു ഫോഴ്സിന്റെ കാര്യം നോക്കിയേ. ഇതിനും എങ്ങനെയാണ്? നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സർഫസിലുള്ള എല്ലാ മോളിക്യൂൾസും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. എങ്ങനെ? സ്ട്രെച്ചഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ വലിച്ചു കെട്ടിയ ഒരു പാട പോലെ ആക്ട് ചെയ്യും.
ഓക്കെ, നമ്മുടെ ചെണ്ടയൊക്കെ ഇല്ലേ, ചെണ്ടയും തബലയൊക്കെ ഇല്ലേ, അതേപോലെ വലിച്ചു കെട്ടിയ ഒരു പാട പോലെ എന്ത് ആക്ട് ചെയ്യും, നമ്മുടെ ലിക്വിഡിന്റെ സർഫസ് ആക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു ഫിനോമിനയാണ് എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പറയാം, ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് സർഫസ് ടു ആക്ട് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെമ്പറൈൻ. ഒരു സ്ട്രെച്ച്ഡ് മെമ്പറൈൻ, വലിച്ചു കെട്ടിയ പാട പോലെ ആക്ട് ചെയ്യാനുള്ള ഒരു ലിക്വിഡ് സർഫസിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ റീസൺ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കോഹിഷൻ, അഡിഷൻ ഒക്കെ ഇതിന്റെ റീസൺ ആണ്. എന്താണ് കോഹിഷൻ? സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്ത് പറയും, കോഹിഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി അഡിഷൻ പറയാം. അഡിഷനും ഇതിന്റെ ഒരു റീസൺ ആണ്. അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിറ്റ്വീൻ ഗ്ലാസ് മോളിക്യൂളും വാട്ടർ മോളിക്യൂളും. ഓക്കെ, അതും എന്തിന്റെ റീസൺ ആണ്, സർഫസ് ടെൻഷന്റെ റീസൺ ആണ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കോഹിഷൻ ആണ്. ഓക്കെ, അതായത് രണ്ട് വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ഇനി ഒരു ഫിനോമിനയും കൂടെ ഉണ്ട്, ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റി നിങ്ങൾക്ക് അറിയാം, ഒരു ക്യാപ്പിലറി ട്യൂബ്, അതായത് ക്യാപ്പിലറി ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തിൻ ഡയമീറ്റർ വളരെ ചെറുതായിട്ടുള്ള ഒരു ട്യൂബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. ആ ട്യൂബ് വാട്ടറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡിലോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് കോണ്ടാക്ട് ഉള്ള ലിക്വിഡ് എന്ത് ചെയ്യും, ഒന്നീ റൈസ് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. റൈസ് ചെയ്യുക മീൻസ് എന്താണ്, ഉയർന്നു നിൽക്കുക. ഫോൾ ചെയ്യുക മീൻസ് എന്താണ്, താഴ്ന്നു നിൽക്കുക. ആ ലെവലിനേക്കാളും താഴ്ന്നു നിൽക്കും. ഓക്കെ, ഈ ഫിനോമിനയാണ് എന്ന് പറയുന്നത് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഫോൾ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി രണ്ട് എക്സാമ്പിൾ പറയാം. ഒരു ബീക്കറിൽ വാട്ടർ എടുത്തു വെച്ചിട്ടുണ്ട്, വേറൊരു ബീക്കറിൽ മെർക്കുറി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഒരു തിൻ ഡയമീറ്റർ ഉള്ള ട്യൂബ്, ക്യാപ്പിലറി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, വാട്ടറും ഗ്ലാസും തമ്മിൽ ഇങ്ങനെ ഒരു മെനിസ്കസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യും, വാട്ടർ ഇങ്ങനെ കയറി നിൽക്കും, ഇവിടെ എന്ത് ചെയ്യും, കയറി നിൽക്കും. ഇതിന്റെ റീസൺ എന്താണെന്ന് പറയാമോ? ഇവിടെ ഗ്ലാസ് മോളിക്യൂളും വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ലിക്വിഡ് ഇങ്ങനെ കയറി നിൽക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആയിരിക്കും എവിടെയും ക്യാപ്പിലറി ട്യൂബിലും. ഇനി ഈ മെനിസ്കസ്, ഇങ്ങനെയുള്ള ഈ മെനിസ്കസിനെ നമ്മൾ എന്ത് പറയും, കോൺകേവ് മെനിസ്കസ് എന്ന് പറയും. അതിന്റെ റീസൺ എന്താണ്, അവിടുത്തെ റീസണിന്റെ കാരണം? ഇവിടെ ഏത് ഫോഴ്സ് ആണ് കൂടുതൽ, ഗ്ലാസ് മോളിക്യൂളും വാട്ടർ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, അഡിഷൻ, അതായത് ഡിഫറെന്റ് മോളിക്യൂൾ അല്ലേ, അടി കൊടുക്കേണ്ട കേസല്ലേ, ഡിഫറെന്റ് മോളിക്യൂൾസിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് കൂടുതൽ. ഓക്കെ, ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി, കോഡാണ്. അഡിഷൻ മീൻസ് എന്താണ്, ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഡിഫറെന്റ് മോളിക്യൂൾസ് ആണെങ്കിൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് വേണം, അടി കൊടുക്കണം. ഓക്കെ, അപ്പം അഡിഷൻ, ദെൻ അഡിഷൻ എന്ത് തമ്മിലുള്ളതാണ്, ഡിഫറെന്റ് മോളിക്യൂൾസ് ഓഫ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡിഷൻ എന്ന് പറഞ്ഞത്. ജസ്റ്റ് കോഡിന് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, എൻ്റെ ടീച്ചർമാരും എന്നെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഈ കാര്യം ഓർത്തിരുന്നത്. അപ്പോൾ അഡിഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അഡിഷൻ എന്ന് പറയും. ദെൻ കോഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ, അഡിഷൻ ആണ് കൂടുതൽ. അതായത് ഡിഫറെന്റ് മോളിക്യൂൾ, ഗ്ലാസും വാട്ടറും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, മെർക്കുറിയും ഗ്ലാസ്. ഇനി മെർക്കുറിയുടെ കേസിൽ അവര് എന്താണ്, ഏത് ഫോഴ്സാണ് കൂടുതൽ, മെർക്കുറിയും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ടുള്ളത്. അതായത് രണ്ട് മെർക്കുറി മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് സ്ട്രോങ്. അപ്പോൾ അവിടുത്തെ മെനിസ്കസ് വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ വളഞ്ഞാണ് വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്, വളഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബീക്കറിലിരിക്കുന്ന മെർക്കുറി ഈ ക്യാപ്പിലറി ട്യൂബുള്ള മെർക്കുറിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കയറാൻ സമ്മതിക്കത്തില്ല, അതിനെ പിടിച്ചു വെച്ചേക്കും, സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചേക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്താ ഉണ്ടാവുന്നത്, ക്യാപ്പിലറി ഫോൾ ഉണ്ടാവുന്നത്. ഇവിടെ എന്താണ് ഉണ്ടായത്, ക്യാപ്പിലറി റൈസ് ആണ്, ഇവിടെ എന്താണ്, ക്യാപ്പിലറി ഫോൾ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇനി നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടത്തെ മെനിസ്കസ് എങ്ങനത്തെയാണ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മെനിസ്കസിനെ എന്ത് പറയും നമ്മൾ, കോൺവെക്സ് മെനിസ്കസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ കോൺകേവ് മെനിസ്കസും ഇവിടെ എന്താണ്, കോൺവെക്സ് മെനിസ്കസ്. ഓക്കെ, ഇനി വാട്ടറിന് ഗ്ലാസിനെ വെറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നനയ്ക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ
കുപ്പി ഗ്ലാസ് ഒക്കെ കഴുകുമ്പോൾ വെള്ളം കൊണ്ടാണ് കഴുകുന്നത്. ഓക്കെ, അപ്പം വാട്ടറിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇനി മെർക്കുറിക്ക് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല. മെർക്കുറിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഗ്ലാസിനെ വെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കൊഹിഷൻ ആണ് എവിടെ, ഏത് കേസിൽ? മെർക്കുറിയുടെ കേസിൽ കൂടുതൽ, ഏതിനേക്കാളും? അഡിഷനേക്കാളും. അതുകൊണ്ടാണ് കാപ്പിലറി ഫോൾ വരുന്നത്. ഓക്കെ, ഇനി ആംഗിളിന്റെ കേസ് നോക്കാം. ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്നൊരു ടേം ഉണ്ട്. ഓക്കെ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു കാപ്പിലറി ട്യൂബ്, ദെൻ ഇവിടുത്തെ മെനിസ്കസ് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഓക്കെ ആണേ. ഇനി ഞാൻ ഇവിടെ ഒരു ആംഗിൾ വരയ്ക്കുവാണ്, ഇതും ഈ ഗ്ലാസും തമ്മിൽ ഒരു ആംഗിൾ വരയ്ക്കുവാണ്. സോ ഈ ആംഗിൾ തീറ്റ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എപ്പോഴും എങ്ങനെ ആയിരിക്കും? 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആയിരിക്കും. ദെൻ ഇവിടെയോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇതാണ് നമ്മുടെ കാപ്പിലറി ട്യൂബ്, ഇത് മെർക്കുറിയുടെ കേസാണ്. ദെൻ ഇവിടുത്തെ മെനിസ്കസ് ഇങ്ങനെ വരും. ഓക്കെ, ദെൻ ഇതിനെ വെച്ചിട്ട് ഞാൻ ഒരു ടാൻജന്റും, ദെൻ ഇതെന്ത് വരും? ആംഗിൾ ഓഫ് കോണ്ടാക്ട് വരും. ഓക്കെ, അതാണ് ഇവിടെ വരച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് കോണ്ടാക്ട് എങ്ങനെ ആയിരിക്കും? 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിനകത്ത് പറയാനുള്ള. കാപ്പിലറി റൈസും ഫോളും. കാപ്പിലറി റൈസ് വാട്ടർ എക്സാമ്പിൾ ആണ്, കാപ്പിലറി ഫോളും മെർക്കുറി എക്സാമ്പിൾ ആണ്. കോൺകേവ് മെനിസ്കസ് ആണ് വാട്ടറിലെ, കോൺവെക്സ് മെനിസ്കസ് ആണ് ഇത് മെർക്കുറിയിലെ. വാട്ടർ ക്യാൻ വെറ്റ് ഗ്ലാസ്, ഇത് വാട്ടർ കാണ്ട് വെറ്റ് ഗ്ലാസ്. കൊഹിഷൻ കുറവും അഡിഷൻ കൂടുതലും, തിരിച്ച് ഇവിടെ. ദെൻ തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി, തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഇനി കാപ്പിലറി റൈസിന്റെ ഒരു ഫോർമുല കൂടെ ഉണ്ട്. കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഫോളിന്റെ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് ആണ് എച്ച്. ഓക്കെ, ദെൻ ഈ ഫോൾ ഉണ്ടല്ലോ, ഈ ഫോളിനും നമ്മൾ എന്താണ് വിളിക്കുന്നത്? എച്ച് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതിനൊരു ഫോർമുല ഉണ്ട്. ഈ ഹൈറ്റ് ആണ് എച്ച്. ദെൻ ഈ ഹൈറ്റിന്റെ ഒരു ഫോർമുല ഉണ്ട്, 4 × സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് ലൈൻ ഫിനോമിന ആയതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ കോസ് തീറ്റ, തീറ്റ അറിയാലോ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് ആണ്. റോ അറിയാലോ, ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. വാട്ടർ ആണെങ്കിൽ വാട്ടറിന്റെ ഡെൻസിറ്റി, മെർക്കുറി ആണെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റി. ദെൻ ജി അറിയാലോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ ഡിഒ, ഡയമീറ്റർ ഓഫ് ദ ട്യൂബ് ഇൻ മീറ്റർ, മീറ്ററിലായിരിക്കണം എല്ലാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ഡി. ഓക്കെ.